ഒരിടവേളയ്ക്ക് ശേഷം സഭ ചേർന്നപ്പോൾ കേരളം കണ്ടത് വെറുമൊരു വാഗ്വാദമല്ല, മറിച്ച് അയ്യപ്പന്റെ സ്വർണം കവർന്ന കൊള്ളക്കാർക്കെതിരെയും അവരെ സംരക്ഷിക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെയുമുള്ള സന്ധിയില്ലാത്ത യുദ്ധമാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ അഭാവത്തിലും ഒരു പടത്തലവന്റെ വീരത്തോടെ ഡെപ്യൂട്ടി ലീഡർ കെ ബാബു നയിച്ച പടയോട്ടം സർക്കാരിന്റെ അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരമായി മാറി. സന്നിധാനത്തെ സ്വർണത്തിൽ പോലും കൈയിട്ട് വാരിയ കള്ളന്മാർക്ക് കോടതിയിൽ കൂട്ടജാമ്യം ലഭിക്കാൻ ഒത്താശ ചെയ്തത് ആരാണ്? ആചാര സംരക്ഷണത്തിനായി ഉറച്ചുനിന്ന തന്ത്രിയെ വേട്ടയാടാൻ ആർക്കാണ് ഇത്ര തിടുക്കം? കെ ബാബു സഭയിൽ ഉയർത്തിയ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ ഭരണപക്ഷം വിയർത്തു എന്ന് തന്നെ പറയാം. ശബരിമലയിലെ ആചാരങ്ങളെ തകർക്കാൻ ഇറങ്ങിത്തിരിച്ചവർക്ക് കുടപിടിക്കുന്ന ഈ സർക്കാർ വിശ്വാസി സമൂഹത്തോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന് പ്രതിപക്ഷം അക്കമിട്ട് നിരത്തി. എന്നാൽ സഭയെ ഞെട്ടിച്ചത് മാത്യു കുഴൽനാടനും സംഘവും പുറത്തുവിട്ട ആ നിർണായക രേഖകളാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച മന്ത്രിയുടെ അവിശുദ്ധ ബന്ധങ്ങൾ തെളിയിക്കുന്ന ഫോട്ടോകൾ ഓരോന്നായി പുറത്തു വന്നപ്പോൾ സഭ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി. മന്ത്രി തീർന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം നടത്തിയ ഈ കടന്നാക്രമണം സർക്കാരിന്റെ എല്ലാ പ്രതിരോധങ്ങളെയും തകർത്തു തരിപ്പണമാക്കി. വാക്കൌട്ടിൽ ഒതുങ്ങുന്നതായിരുന്നില്ല ഇന്നത്തെ പ്രതിഷേധം. അഴിമതി വീരന്മാരെ താലോലിക്കുന്ന ഈ സർക്കാരുമായി ഒരു തരത്തിലും സഹകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലേക്ക് ഇരച്ചു കയറി. സഭയ്ക്കുള്ളിൽ മുഴങ്ങിക്കേട്ട ഓരോ മുദ്രാവാക്യവും കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ നെഞ്ചിൽ നിന്നുള്ള പ്രതിഷേധമായിരുന്നു. ഭക്തരെ വഞ്ചിക്കുകയും സ്വർണ്ണക്കള്ളന്മാരെ താലോലിക്കുകയും ചെയ്യുന്ന പിണറായി വിജയന്റെ മുഖം മൂടി ഇന്ന് സഭയ്ക്കുള്ളിൽ പിച്ചി ചീന്തപ്പെട്ടു. വിശ്വാസികളെ ചതിച്ചവർക്ക് ഈ മണ്ണിൽ സമാധാനമായി ഭരിക്കാൻ കഴിയില്ല എന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇന്ന് UDF നൽകിയിരിക്കുന്നത്. എന്തായാലും ആ രംഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. സമ്മേളനം ആരംഭിച്ച അന്നു മുതൽ സഭയ്ക്കകത്തും പുറത്തും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SIT മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അനാവശ്യ സമ്മർദ്ദം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സഭാ നടപടികളിൽ സഹകരിച്ചിട്ടില്ല. സാർ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പോറ്റി അടക്കമുള്ള പ്രധാന പ്രതികളെല്ലാം ഇന്ന് ജയിലിന് പുറത്ത് ആണ്. ശബരിമലയിലെ കട്ടിള പാളിയും ദ്വാരപാലക ശില്പവും അടക്കം വിറ്റ് പണമടിച്ചവർ ഇന്ന് സ്വൈരവികാരം നടത്തുകയാണ്. ഗവൺമെൻറ് വീഴ്ച കൊണ്ട് അവർക്കെല്ലാം 90 ദിവസം കഴിഞ്ഞപ്പോൾ കോടതി ജാമ്യം കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി. സാർ, ജയില് പ്രധാനപ്പെട്ട പ്രതികളെല്ലാം ഇന്ന് ജയിലിന് പുറത്താണ്. സാർ, അതോടൊപ്പം തന്നെ ആചാര ലംഘനത്തിൽ ഗവൺമെന്റ് നിലപാടിനെ അനുകൂലിച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ ശബരിമല തന്ത്രിയെ അനാവശ്യമായി 40 ദിവസം ജയിലിൽ അടക്കുകയുണ്ടായി. സാർ, അദ്ദേഹത്തെ കോടതി പറഞ്ഞിട്ടുള്ളത് തെളിവിന്റെ ഒരു കണിക പോലും അദ്ദേഹത്തിന്റെ പേരിലുണ്ടായ ആക്ഷേപങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. സാർ, അതുപോലെ തന്നെ അയ്യപ്പ സംഗമം നടത്തിയതിലൂടെ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായി ദേവസ്വം ബോർഡ് നിയോഗിച്ച ഓഡിറ്റർ ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിലൂടെ തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. സാർ, ഏറ്റവും ഒടുവിൽ ആണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി വന്ന് ആ കാര്യത്തിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആചാര ലംഘനത്തിനോടും ആചാര ലംഘനത്തെ അനുകൂലിക്കുന്ന വിധത്തിലുള്ള സംശയാസ്പദമായ അങ്ങേയറ്റം വിശ്വാസികളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. സാർ, അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഈ നിലപാടിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞങ്ങൾ സഭാ നടപടികളിൽ നിസ്സഹകരിച്ചു വരികയാണ്. ഇന്നും ഞങ്ങൾ സഭാ നടപടികൾ സഹകരിക്കില്ല എന്ന് അറിയിക്കാൻ ഞാൻ ബഹുമാനപ്പെട്ട ലോ മിനിസ്റ്റർ ഒന്ന് മിനിസ്റ്റർ കേൾക്ക്. അദ്ദേഹം കേട്ടല്ലോ, മിനിസ്റ്റർ ഒന്ന് കേൾക്കരുതാ ഇപ്പോൾ സൂചിപ്പിച്ചത്. മിനിസ്റ്റർ കേൾക്ക് സാർ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രസംഗം കിട്ടാൻ ഒരു അവസരം കിട്ടിയത് നന്നായി. അദ്ദേഹത്തിനൊന്ന് പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടിയതായിട്ട് കണക്കാക്കിയാൽ മതി. പക്ഷെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ യഥാർത്ഥത്തിൽ സാർ ഹൈക്കോടതിക്കെതിരായിട്ടുള്ള പരാമർശങ്ങളാണ്. കാരണം ഈ കേസിന്റെ അന്വേഷണത്തിന്റെ പൂർണ്ണമായ മേൽനോട്ടവും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കുറ്റമറ്റ അന്വേഷണമാണെന്നും ശരിയായ ദിശയിലാണെന്നും ഓപ്പൺ കോർട്ടിനകത്തുള്ള ഒബ്സർവേഷനിലല്ല ഒരു ഓർഡറിനകത്ത് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യത്തിനകത്ത് ആ അന്വേഷണത്തെയാണ് അദ്ദേഹം ആചാര ലംഘനവും അതുപോലെ ഒരു കുറ്റവും ചെയ്യാത്ത ആള് എന്ന മട്ടിലേക്ക് എത്തിയത്. സാർ, ഗവൺമെന്റിന്റെ ഭാഗം വളരെ വ്യക്തമാണ്. തന്ത്രിയാണോ അകത്ത് കിടക്കുന്ന ആരാണോ അവര് പ്രതിയാണെന്നോ പ്രതിയല്ലെന്നോ ഗവൺമെന്റിന് അത് സംബന്ധിച്ച് യാതൊരു അഭിപ്രായവും ഇല്ല.
കാരണം ഈ അന്വേഷണം പൂർണ്ണമായി നടക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിനകത്ത് മാത്രമാണ്. ഞങ്ങളുടെ മുൻപിൽ അന്വേഷണത്തിന്റെ ഒരു റിപ്പോർട്ടും വരുമില്ല. സീല് വെച്ച കവറിനകത്ത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനകത്താണ് വരുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ അന്വേഷണം ശരിയായ രൂപത്തിലാണ് എന്ന് പറഞ്ഞിട്ടും ഈ സമരം തുടരുന്നത് രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ്. സാർ ഞാനൊരു കാര്യം പറയട്ടെ സാർ. 1987 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഫൈസാബാദിൽ വെച്ച് രാമരാജ്യം എന്ന മുദ്രാവാക്യം ആദ്യമായി അവതരിപ്പിക്കുന്നത് കോൺഗ്രസ് ആണ് സാർ. അയോധ്യയില് ജവഹർലാൽ നെഹ്റു സരയൂ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ താക്കോലുകൾ, ആ താക്കോലുകൾ വീണ്ടും അത് തുറക്കാൻ അനുവദിച്ചത് കോൺഗ്രസ് ആണ് സാർ. അതിനുശേഷം അയോധ്യയിൽ ശിലാന്യാസം അനുവദിച്ച കോൺഗ്രസ് ആണ് സാർ. യഥാർത്ഥത്തിൽ BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ക്ഷേത്ര രാഷ്ട്രീയത്തെ ഉപയോഗിക്കാൻ വഴി തുറന്നു വിട്ടത് സാർ കോൺഗ്രസ് ആയിരുന്നു സാർ. ഇപ്പൊ കോൺഗ്രസ് ചെയ്യുന്നത് നവയുഗം എന്നുള്ളത് BJP യുഗത്തിലേക്കുള്ള യാത്രയ്ക്കുള്ള വഴിയൊരുക്കലാണ് സാർ കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ രാജ്യത്തെ അപകടത്തിലാക്കും. എന്തുകൊണ്ടാണ് സാർ ഈ കേരള സ്റ്റോറി വരുന്നത്? എന്തുകൊണ്ടാണ് സാർ തെലുങ്കാന സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സാർ കർണാടക സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സാർ ഹിമാചൽ പ്രദേശ് സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സാർ കേരള സ്റ്റോറി 1ഉം 2ഉം വരുന്നത്? കാരണം കർണാടക സ്റ്റോറി ഗുജറാത്ത് സ്റ്റോറി തന്നെയാണ് സാർ. തെലുങ്കാന സ്റ്റോറി UP സ്റ്റോറി തന്നെയാണ് സാർ. കോൺഗ്രസും BJPയും രണ്ട് പാർട്ടികളുടെ പേരുന്നുണ്ടെങ്കിലും ഒരേ രാഷ്ട്രീയത്തെ, ഒരേ പ്രത്യയ ശാസ്ത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ആ അപകടം മതനിരപേക്ഷ കേരളത്തിന് അങ്ങേയറ്റം അപകടകരമാണ് എന്ന് തിരിച്ചറിയാൻ തയ്യാറാകണം. അതുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ഹൈക്കോടതിക്കെതിരാണ്. അത് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. പാർലമെന്ററി മിനിസ്റ്റർ. സർ, ശബരിമലയിൽ സ്വർണം കട്ട മുഴുവൻ ആളുകളും നിയമത്തിന്റെ മുമ്പിൽ വരണമെന്നതാണ് സർക്കാരിന്റെ നിലപാട്. ആ നിലപാട് ആവർത്തിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സഭയിലും സഭയ്ക്ക് പുറത്തും വ്യക്തമാക്കിയിട്ടുള്ളതാണ് എത്രയോ തവണ. എന്താണ് സാർ പ്രതിപക്ഷത്തിന്റെ നിലപാട്? തന്ത്രിയെ ഒഴിവാക്കണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. സാർ, തന്ത്രിക്ക് ശബരിമലയിലെ സ്വർണ്ണക്കേസ് കൊള്ളക്കേസിലെ പ്രതികളിൽ ഒരാളായ തന്ത്രിക്ക് എന്ത് വിശേഷമാണുള്ളത് സാർ? പ്രതിയാണ് എന്ന മറ്റെല്ലാ പ്രതിയെയും പോലുള്ള അവകാശമേ തന്ത്രിക്കുള്ളൂ. തന്ത്രിക്ക് എന്ത് പ്രത്യേക അവകാശമാണുള്ളത് സാർ? തന്ത്രിക്ക് 2 വക്കീലന്മാർ പുറത്തുണ്ട്. സഭയ്ക്ക് പുറത്ത് 2 വക്കീലന്മാരുണ്ട്. BJPയും ഉണ്ട്, UDFും ഉണ്ട്. സഭയ്ക്കകത്ത് BJP ഇല്ലാത്തത് കൊണ്ട് ആ BJPക്ക് വേണ്ടി കൂടിയുള്ള വക്കാലത്ത്, തന്ത്രിയുടെ വക്കാലത്ത് പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുകയാണ്, UDF ഏറ്റെടുത്തിരിക്കുകയാണ്. സാർ, വീണ്ടും തന്ത്രിയെ മുൻനിർത്തി തെരുവിലിറങ്ങാൻ ഉള്ള ഒരു സുവർണാവസരമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെയാണ് ശ്രീധരൻപിള്ള വെളിപ്പെടുത്തിയത് തന്റെ ഉപദേശപ്രകാരമാണ് തന്ത്രി പ്രവർത്തിച്ചത് എന്ന്. ഇന്നലെ അദ്ദേഹം വെളിപ്പെടുത്തിയപ്പോഴല്ലേ നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. സാർ, അന്ന് ആ സുവർണാവസരം ഒരുമിച്ച് മുതലെടുത്തവരാണിവർ. സാർ, അന്ന് കൊടി മടക്കി അവരുടെ പിന്നാലെ പോകാൻ ആഹ്വാനം ചെയ്തത് ഇവരുടെ KPCC പ്രസിഡന്റാണ്. സാർ, മുസ്ലിം ലീഗ് നാരങ്ങ വെള്ളം കലക്കി കാത്തിരിക്കുകയാണ് സാർ BJPക്കാർക്കൊന്ന് വെള്ളം കലക്കി കൊടുക്കാൻ. ഒരു നാണവുമില്ലാതെ, ക്ഷമിക്കണം സാർ, ഞാൻ ആ വാക്ക് പിൻവലിച്ചു, ലജ്ജയുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ BJPക്ക് നാരങ്ങ വെള്ളം കലക്കി കൊടുത്തവരാണ് സാർ ലീഗുകാർ. അവർ വീണ്ടും നാരങ്ങ വെള്ളം കലക്കി വെച്ച് അവിടെ പുറത്ത് കാത്തിരിക്കുകയാണ്.